ലെസണിൽ നമ്മൾ MS എക്സലിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ, മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ അങ്ങനെയുള്ള ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് MS എക്സൽ. ചിലർ അത് സിമ്പിൾ കോളംസ്, സിമ്പിൾ നമ്പേഴ്സ് അങ്ങനെ ചെറിയ ചെറിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പക്ഷെ ചിലർ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അത് യൂസ് ചെയ്യാം. സോ അത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മളിതിൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, ബേസിക് ആയിട്ട് നമുക്കിതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ MS എക്സലിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് സ്കിൽസ് പഠിക്കുക എന്നാണ് ഉദ്ദേശം. ആദ്യം നമുക്ക് MS എക്സൽ ഓപ്പൺ ചെയ്യാം. അതിന് നമ്മൾ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്താൽ MS എക്സൽ ഏത് വേർഷനാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് കാണാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എക്സൽ 2016 ആണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ എക്സൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സെർച്ച് ബാറിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക MS എക്സൽ. സോ അവിടെ കാണാം, ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഒരു സ്ക്രീൻ കിട്ടും. അതാണ് നമ്മുടെ എക്സലിൻ്റെ സ്റ്റാർട്ട് സ്ക്രീൻ. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഒരു സൈഡിൽ കാണാം. ഹോം, ന്യൂ, ഓപ്പൺ അങ്ങനെ. അപ്പുറത്തെ സൈഡിൽ ബ്ലാങ്ക് വർക്ക് ബുക്ക്, മോർ ടെംപ്ലേറ്റ്സ്, അതുപോലെ ഒരുപാട് ട്യൂട്ടോറിയൽ സജഷൻസ് അങ്ങനെയൊക്കെ കാണാം. അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം. ഇവിടെ നമുക്കൊന്നും അറിയില്ല. സോ നമുക്ക് ഒരു ബ്ലാങ്ക് വർക്ക് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു ഡാറ്റയോ ഇൻഫർമേഷനോ ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആണ്. സോ ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ ഫസ്റ്റ് സ്ക്രീനാണ് ബേസിക് വിൻഡോ ഓഫ് എക്സൽ. ഇവിടെ മേലെ എഴുതിയിട്ടുണ്ടാവും ബുക്ക് 1. അതാണ് എക്സൽ നമ്മുടെ വർക്ക് ബുക്കിന് കൊടുക്കുന്ന ഡിഫോൾട്ട് നെയിം. ഈ ഏരിയനെ പറയുന്ന പേരാണ് ടൈറ്റിൽ ബാർ. ഇവിടെ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ പേരെന്താണോ അതവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ആവശ്യം പോലെ അത് ചേഞ്ച് ചെയ്യാം. അത് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടുന്ന പേര് പോലെ നമുക്ക് ആ പേര് മാറ്റിയിട്ട് സേവ് ചെയ്യാൻ പറ്റും. സോ ഇതിന് എന്തുകൊണ്ടാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്? ബിക്കോസ് എക്സലിലെ ഫയൽസിനെ വർക്ക് ബുക്സ് എന്നാണ് പറയാം. വേർഡിലെ ഫയൽസിനെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയും. അതുപോലെ എക്സലിലെ ഫയൽസിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വർക്ക് ബുക്കിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഷീറ്റ്സ് ഉണ്ടാവും. ഇവിടെ കാണാം ഷീറ്റ് 1. ഇനി നമ്മൾ ഈ പ്ലസ് സിമ്പിൾ അമർത്തിയാൽ ഷീറ്റ് 2, ഷീറ്റ് 3 അങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. സോ എക്സൽ ഒരു വർക്ക് ബുക്കാണ്. അതിൽ ഒരുപാട് ഷീറ്റ്സ് ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് ഒരു ബുക്കിൽ ഒരുപാട് പേജസ് ഉണ്ടാവും, അതുപോലെ ഒരു വർക്ക് ബുക്കിൽ ഒരുപാട് ഷീറ്റ്സ് ഉണ്ടാവും. ഇനി ഈ ഏരിയനെ പറയുന്ന പേരാണ് റിബൺ. ഈ റിബണിൽ നമുക്കൊരു സെറ്റ് ഓഫ് ടാബുകൾ കാണാം. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ് അങ്ങനെ ഒരുപാട് ടാബ്സ് കാണാം. ഓരോ ടാബ്സിൻ്റെയും കമാൻഡ്സും കാണാം. ഈ കമാൻഡ്സ് എല്ലാം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലായിട്ടാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് ഈ ഗ്രൂപ്പുകളിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഫോൺ ഗ്രൂപ്പ്, അലൈൻമെൻറ്റ് ഗ്രൂപ്പ്. ഇനി വേറൊരു ടാബ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടേബിൾസ് ഗ്രൂപ്പ്, ചാർട്ട് ഗ്രൂപ്പ്. അങ്ങനെ ഈ കമാൻഡ്സിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്രൂപ്പുകളുടെ ചില ഗ്രൂപ്പ്സിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഗ്രൂപ്പിൽ മോർ ഓപ്ഷൻസ്, നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കിട്ടും. ആ ഗ്രൂപ്പിൻ്റെ ബേസ് ആയിട്ടുള്ള, ആ ഗ്രൂപ്പ് എന്തിൻ്റെയാണോ അതിന് ബേസ് ആയിട്ടുള്ള കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി മേലെ ഈ അപ്പർ റൈറ്റ് കോർണറിൽ നമുക്കൊരു ആരോ സിമ്പിൾ കാണാം. ഇതിനെ പറയുന്ന പേരാണ് റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻസ്. നമ്മുടെ റിബണിനെ ഹൈഡ് ചെയ്യണോ അത് നമുക്ക് അൺഹൈഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻസ്. അതിൽ 3 ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് ഓപ്ഷൻ ഓട്ടോ ഹൈഡ് റിബൺ. അത് നമ്മൾ പ്രസ് ചെയ്താൽ കംപ്ലീറ്റ് റിബൺ ഹിഡൺ ആവും. നമുക്ക് റിബണിൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഏരിയ കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഓട്ടോ ഹൈഡ് റിബൺ അമർത്തിയാൽ അത് കംപ്ലീറ്റ്ലി ഹിഡൺ ആവും. ഇനി സെക്കൻഡ് ഓപ്ഷനാണ് ഷോ ടാബ്സ്. ഇത് പ്രസ് ചെയ്താൽ ഈ റിബണിലെ ജസ്റ്റ് ടാബ്സ് മാത്രം നമുക്ക് കാണാം, കമാൻഡ്സ് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടാബ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ആ കമാൻഡ്സ് ഓപ്പണായി വരും, അല്ലെങ്കിൽ അത് ഹിഡൻ ആണ്. ഇനി തേർഡ് ഓപ്ഷനാണ് ഷോ ടാബ്സ് ആൻഡ് കമാൻഡ്സ്. ഇതമർത്തിയ ഹോൾ റിബൺ ആ ടാബ്സും കമാൻഡ്സും എല്ലാം കൂടിയിട്ട് സീനാവും. ഇനി നെക്സ്റ്റ് വൺ, ഈ മേലെ ലെഫ്റ്റിലായിട്ട് നമുക്ക് കാണുന്ന ഒരു ബാറുണ്ട്. ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇത് ആ പേര് പറയുന്നത് പോലെ തന്നെ ക്വിക്ക് ആക്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഫങ്ഷൻസ് നമുക്ക്
നമ്മൾ എന്തെങ്കിലും ടാബ് അമർത്തി പോയി കണ്ടുപിടിക്കുന്ന നേരം നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് ഇവിടെ സേവ്, അൺഡു ആൻഡ് റീഡു ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് അതിൽ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഡ്രോപ്പ് ഡൗൺ ആരോ കാണുന്നില്ലേ, അത് പ്രസ് ചെയ്താൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അത് ഞാൻ ന്യൂ സെലക്ട് ചെയ്തു. അപ്പോൾ ന്യൂ ഇവിടെ പിൻഡായി. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വർക്ക് ബുക്ക് തുടങ്ങണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഒരു പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ആവും. സോ നമുക്കിപ്പോൾ പുതിയ വർക്ക് ബുക്ക് വേണ്ട, സോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലിസ്റ്റ് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് മോർ കമാൻഡ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് വേറെ കമാൻഡ്സ് ഉള്ള ഒരു ലിസ്റ്റ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ ഇഷ്ടം അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഞാൻ ഫോണ്ട് കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫോണ്ട് കളർ സെലക്ട് ചെയ്യുക, ആഡ് അമർത്തുക, ഓക്കെ അടിക്കുക. അപ്പോൾ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇതാ ഫോണ്ട് കളർ ആഡായി നമ്മുടെ ബാറിൽ. ഇനി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ മോർ കമാൻഡ്സ് ക്ലിക്ക് ചെയ്യുക, ഫോണ്ട് കളർ സെലക്ട് ചെയ്യുക, റിമൂവ്, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ അത് ആ ബാറിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇനി താഴെ നമുക്കൊരു സ്ലൈഡർ കാണാം. സൂം ഓപ്ഷൻസ് ആണ്, സൂമിങ് ഇൻ ആൻഡ് സൂമിങ് ഔട്ട്. നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി കാണണമെങ്കിൽ നമുക്ക് സൂം ഇൻ ചെയ്യാം. അതല്ല കുറച്ച് ലോങ് വ്യൂ ആണ് വേണ്ടെങ്കിൽ സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേജിനെ കാണാൻ പറ്റും. അതിനാണ് സൂം ഓപ്ഷൻസ്. അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നതാണ് ഡിഫറെൻറ്റ് ലേഔട്ട് ഓപ്ഷൻസ്. അതായത് നമ്മുടെ പേജിന് നമുക്ക് എങ്ങനെയാണോ കാണേണ്ടത് ഓരോ വ്യൂസ് ആണത്. നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് നോർമൽ മോഡിലാണ്. നോർമൽ മോഡിൽ ഇങ്ങനെയാണ് കാണുക. ഇനി പേജ് ലേഔട്ട് മോഡുണ്ട്. അതിൽ നമുക്ക് 2 പേജസ്, ഒരു ബുക്കിൽ 2 പേജസ് ഒരുമിച്ച് കാണുന്നത് പോലെ നമുക്ക് കാണുന്നതാണ് പേജ് ലേഔട്ട് മോഡ്. പിന്നെ ഒന്ന് പേജ് ബ്രേക്ക് വ്യൂ. പേജ് ബ്രേക്ക് വ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഈ വർക്ക് ബുക്കിൽ ഒരു പേജിൽ എത്രത്തോളം നമ്മുടെ ഡാറ്റാസ് ഉണ്ടാകും എന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പേജ് ബ്രേക്ക് വ്യൂ. അത് നമ്മൾ കുറേ ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തതിൻ്റെ ശേഷം കാണിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. പിന്നെ ഇതാണ് ടെൽ മീ ഫീച്ചർ. ടെൽ മീ ഫീച്ചർ എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു സെർച്ച് ബാർ പോലെയാണ്. ഇപ്പോൾ നമുക്ക് ഈ റിബണിൽ എന്തെങ്കിലും ഒരു കമാൻഡ് നമുക്ക് എവിടെയാണെന്ന് അറിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കത് ഈ ടെൽ മീ ഫീച്ചർ വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സപ്പോസ് ഞാനിവിടെ ടേബിൾസ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ടേബിൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കമാൻഡ്സ് വരും. ഞാനിപ്പോൾ ഫോണ്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫോണ്ട് റിലേറ്റഡ്. സോ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് ശരിക്കും ഒരു സെർച്ച് ബാർ പോലെ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബിക്കോസ് ഇവിടെ ഈ റിബണിൽ ഒരുപാട് ടാബ്സ് ഉണ്ട്. ആ ടാബ്സിലൊക്കെ ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു കമാൻഡ് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഇടയിൽ നിന്ന് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അവിടെയാണ് നമുക്ക് ഈ ടെൽ മീ ഫീച്ചറിൻ്റെ ഉപയോഗം. സോ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതെവിടെയാണെന്ന് അതിൻ്റെ ഓപ്ഷൻസ് താനെ കിട്ടും. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ വർക്ക് ബുക്ക് വിൻഡോ. നമ്മുടെ ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നതും ഒക്കെ ഇവിടെ ആയിരിക്കും. ഇവിടെ ഒരുപോലെ ഉള്ള ഒരുപാട് റെക്റ്റാങ്കിൾസ് കാണാം. ഈ ഏരിയയിലാണ് നമ്മുടെ ഡാറ്റാസും കാൽക്കുലേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഈ വർക്ക് ബുക്ക് വിൻഡോ എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ജസ്റ്റ് ഈ ബേസിക് വിൻഡോ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ബേസിക് വിൻഡോയിൽ എന്തൊക്കെയാണുള്ളത്? റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻസ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, സൂമിങ് ഓപ്ഷൻസ്, പിന്നെ റിബണിലെ കമാൻഡ്സ് എല്ലാം ഉള്ള ഗ്രൂപ്പ്സ്, വർക്ക് ബുക്ക് വിൻഡോ. ടെൽ മീ ഫീച്ചർ. ഓക്കെ, ഇത്രയാണ് ഈ ബേസിക് വിൻഡോയിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.